നമസ്കാരം. IPL ഉദ്ഘാടന സീസണിലെ ജേതാക്കളാണ് രാജസ്ഥാൻ റോയൽസ്. 2008 എഡിഷനിൽ കിരീടം നേടിയ ശേഷം രണ്ടാം ട്രോഫി എന്ന രാജസ്ഥാൻ റോയൽസ് സ്വപ്നം ഇതുവരെയും പൂവണിഞ്ഞിട്ടില്ല. 2025 IPL മെഗാതാര ലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് ശക്തമായ ഇടപെടൽ നടത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒരു കളിക്കാരന് വേണ്ടി മാത്രമാണ് ലേലത്തിൽ 10 കോടിയിലധികം രൂപ മുടക്കാൻ രാജസ്ഥാൻ റോയൽസ് തയ്യാറായത്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ധ്രുവ് ജുറേൽ, റിയാൻ പരാഗ്, ഷിംറോൺ ഹെറ്റ്മെയർ, സന്ദീപ് ശർമ്മ എന്നിവരായിരുന്നു ലേലത്തിന് മുൻപ് രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയത്. 2025 ലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയ ഏറ്റവും മികച്ച 5 കളിക്കാർ ആരൊക്കെയാണെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഈ താരങ്ങൾ അടുത്ത സീസണിൽ റോയൽസിന്റെ തലവര മാറ്റിയേക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. 2025 IPL മെഗാതാര ലേലത്തിൽ 10 കോടിയിലധികം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയ ഒരേയൊരു താരം ഇംഗ്ലീഷ് പേസ് ബോളറായ ജോഫ്ര ആർച്ചറാണ്. 12.5 കോടി രൂപയ്ക്കാണ് ആർച്ചറിനെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത്. ടീമിന്റെ പേസ് ആക്രമണം നയിക്കുക ജോഫ്ര ആർച്ചർ ആയിരിക്കുമെന്ന് ഉറപ്പാണ്. IPL ഇതുവരെ 40 മത്സരങ്ങൾ ആർച്ചർ കളിച്ചിട്ടുണ്ട്. 48 വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. 7.43 ആണ് ഇക്കണോമി റേറ്റ്. രാജ്യാന്തര പരിചയം, വേഗത്തിലുള്ള പന്തുകൾ, യോർക്കറിലെ കൃത്യത എന്നിവ ജോഫ്ര ആർച്ചറിനെ അപകടകാരിയാക്കുന്നുണ്ട്. നിതീഷ് റാണയാണ് 2025 IPL ലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയ മറ്റൊരു കളിക്കാരൻ. 4,20,00,000 രൂപയ്ക്കാണ് റാണയെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത്. ഇടം കൈ ബാറ്ററായ നിതീഷ് റാണ കഴിഞ്ഞ IPL സീസണുകളിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 2020 മുതൽ 2023 വരെയുള്ള IPL സീസണുകളിൽ 350 ശരാശരി റൺസ് നിതീഷ് റാണ സ്വന്തമാക്കിയിരുന്നു. IPL ഇതുവരെ ആകെ 107 മത്സരങ്ങളിൽ 2,636 റൺസ് നേടിയിട്ടുണ്ട്. മധ്യനിരയിൽ ടീമിന്റെ ബാറ്റിംഗ് കരുത്താകും നിതീഷ് റാണ. പാർട്ട് ടൈം സ്പിന്നറായും റാണയെ ഉപയോഗിക്കാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസണ് സാധിക്കുന്നതായിരിക്കും. ശ്രീലങ്കൻ ലെഗ് സ്പിന്നറായ വരന്തു ഹസരംഗയാണ് 2025 ലേലത്തിൽ രാജസ്ഥാൻ റോയൽസിലെത്തിയ മറ്റൊരു ശ്രദ്ധേയ താരം. യുസ്വേന്ദ്ര ചാഹലിനെ ഒഴിവാക്കിയ രാജസ്ഥാൻ റോയൽസ് പുതുതായി സ്പിൻ ആക്രമണത്തിന് നിയോഗിക്കുക ഹസരംഗയായിരിക്കും. 5,25,00,000 രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് ഹസരംഗയെ വാങ്ങിയത്. 2020 ക്രിക്കറ്റിൽ ആകെ 287 വിക്കറ്റുകൾ ഹസരംഗ വീഴ്ത്തിയിട്ടുണ്ട്. 145.16 സ്ട്രൈക്ക് റേറ്റിൽ 2,314 റൺസും ഹസരംഗയ്ക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഫിനിഷറുടെ റോളിൽ അത്യാവശ്യത്തിന് ഉപയോഗിക്കാവുന്ന കളിക്കാരനാണ് ഹസരംഗ. ശ്രീലങ്കൻ സ്പിന്നറായ മയൂഷ തീക്ഷ്ണയാണ് ഇത്തവണത്തെ ലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയ മികവുറ്റ മറ്റൊരു കളിക്കാരൻ. 4,40,00,000 രൂപയാണ് തീക്ഷ്ണയ്ക്ക് വേണ്ടി രാജസ്ഥാൻ റോയൽസ് ചിലവാക്കിയത്. IPL 27 മത്സരങ്ങളിൽ നിന്ന് 25 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഈ ലങ്കൻ താരം. 7.66 ആണ് ഇക്കണോമി റേറ്റ്. 2020 ക്രിക്കറ്റിൽ ആകെ 178 മത്സരങ്ങളിൽ നിന്ന് 189 വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട് ഈ വലം കൈൻ സ്പിന്നർ. പവർ പ്ലേയിലും മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും പന്തെറിയാൻ തീക്ഷ്ണയ്ക്ക് സാധിക്കുന്നതാണ്. ഹസരംഗ, തീക്ഷ്ണ, ലങ്കൻ സ്പിൻ ദ്വയമാണ് രാജസ്ഥാന്റെ ബൗളിംഗ് കരുത്തിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാന്റെ ഇടം കൈ പേസറാണ് ഫസൽ ഹഖ് ഫറൂഖി. ട്രെന്റ് ബോൾട്ടിന്റെ അഭാവം നികത്താൻ ഇടം കൈ പേസർ എന്ന നിലയിൽ രാജസ്ഥാൻ റോയൽസിന് ഉപയോഗിക്കാവുന്ന കളിക്കാരനാണ് ഫസൽ ഫറൂഖി. ഇരുവശത്തേക്കും പന്ത് സ്വിംഗ് ചെയ്യിക്കാൻ ഫറൂഖിക്ക് സാധിക്കുന്നതാണ്. മാത്രമല്ല പവർ പ്ലേയിൽ വിക്കറ്റ് വീഴ്ത്താനുള്ള പ്രത്യേക കഴിവും ഇദ്ദേഹത്തിനുണ്ട്. 2020 ക്രിക്കറ്റിൽ ആകെ 103 മത്സരങ്ങളിൽ നിന്ന് 133 വിക്കറ്റുകൾ ഈ ഒരു അഫ്ഗാനിസ്ഥാൻ പേസറിന് നേടാനാകിയിട്ടുണ്ട്. 6.94 ആണ് ഇക്കണോമി റേറ്റ്. അടിസ്ഥാന വിലയായ 2 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് ഫസൽ ഹഖ് ഫറൂഖിയെ സ്വന്തമാക്കിയത്.